ഹായ് ഓൾ, ഇന്ന് നമ്മൾ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൻ്റെ ക്ലാസ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കുറേ ക്ലാസ് ചെയ്തിരുന്നു. ടൈം ആൻഡ് വർക്ക് പാർട്ണർഷിപ്പ്, റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ്, ബോട്ട്സ് ആൻഡ് സ്ട്രീം, സിമ്പിൾ ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് ഡിസ്റ്റൻസ്, പ്രോബ്ലംസ് ഓൺ ട്രെയിൻ, പ്രോബ്ലംസ് ഓൺ ഏജസ്, അതുപോലെ തന്നെ പ്രോബ്ലംസ് ഓൺ LCM ആൻഡ് HCF, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്. ഇത്രയും ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കാണാത്തവരുണ്ടെങ്കിൽ അതൊക്കെ കാണുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഇത് നമ്മൾ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ക്രാഷ് കോഴ്സ് പോലെയാണ് ചെയ്യുന്നത്. അപ്പോൾ സിലബസ് എല്ലാം കവർ ചെയ്തുകൊണ്ട് നമ്മൾ മാത്സ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് ലോസ് ഓഫ് എക്സ്പോണൻസ്, അതുപോലെ നമ്പേഴ്സൊക്കെ അതിലൊക്കെ വരുന്ന ഒരു ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. അതായത് സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്കതിന് കുറച്ച് ടിപ്സ് ഒക്കെ ഉണ്ട്, അത് ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. ഇന്ന് നമ്മൾ സ്ക്വയർ റൂട്ട് ഓഫ് നമ്പേഴ്സാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ അതിന് ഫസ്റ്റ് നമുക്ക് 1 to 9 വരെയുള്ള നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് അറിയാം. ഏതാണ്? 1ൻ്റെ സ്ക്വയർ 1 ആണെന്നറിയാം, 2 4 3 9 4 16 5 25 6 36 7 49 8 64 9 81. ഇത്രയും നമുക്കറിയാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് അതിൻ്റെയൊക്കെ ലാസ്റ്റ് ഡിജിറ്റ് എഴുതി വെക്കുക. ലാസ്റ്റ് ഡിജിറ്റ് എന്താണ്? 1 ഒറ്റ നമ്പർ ഉള്ളതുകൊണ്ട് 1 തന്നെ എഴുതി. അതുപോലെ 4 4 9 9. ഇനി 16ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ്? 6. 25ൻ്റെ ഏതാ? 5. 36ൻ്റെ 6, 49ൻ്റെ 9, 64ൻ്റെ 4, 81ൻ്റെ 1. ഇത്രയാണ് നമ്മൾ ബേസിക്കായിട്ട് മനസ്സിലാക്കേണ്ടത്. നമ്പേഴ്സ് അറിയാം, അത് കഴിഞ്ഞിട്ട് അതിൻ്റെ സ്ക്വയേഴ്സ് എഴുതുക, ലാസ്റ്റ് ഡിജിറ്റ് എഴുതുക. ഓക്കെ, ഇനി നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് ഈസി ആയിട്ട് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കേണ്ടതെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 7921. ഓക്കെ, എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ആദ്യം ഫസ്റ്റ് നമ്പർ ഏതിൻ്റെ സ്ക്വയർ റൂട്ട് കാണേണ്ടത്? 7921ൻ്റെ സ്ക്വയർ റൂട്ടാണ് കാണേണ്ടത്. അപ്പോൾ ഈ 7921ൻ്റെ ലാസ്റ്റ് നമ്പർ ഏതാണ്? 1. അപ്പം നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് 1 വരുന്ന ഏതൊക്കെയാണ്? ഇവിടെ 1 നമ്പർ 1ന് 1 ആണ്. അതുപോലെ തന്നെ 9ൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. ഓക്കെ, 81 വരുമ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 1 ആണ്. അപ്പോൾ ഏതൊക്കെയാണ്? 1 9. അപ്പോൾ അത് നമ്മൾ എഴുതി 1 or 9. രണ്ടാമത്തെ നമ്പർ 1 or 9 ആണെന്ന് മനസ്സിലായി. ഓക്കെ, അതിന് ശേഷം ആദ്യത്തെ നമ്പർ കണ്ടുപിടിക്കണം. അതിനെന്താ ചെയ്യേണ്ടത്? അതിന് ചെയ്യേണ്ടത് ഇതിനെ 2 ഭാഗിച്ചു. അതായത് 21 79. ഓക്കെ, 21 കൺസിഡർ ചെയ്യേണ്ട. നമ്മൾ പിന്നെ കണ്ടത് ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കാൻ 79 ആണ് നോക്കേണ്ടത്. 79 ഇതിനാ സ്ക്വയേഴ്സിൽ ഏതിനിടയ്ക്കാണ് കിടക്കണേ നോക്കുക. 64നും 81നും ഇടയ്ക്കല്ലേ 79 വരുന്നത്. അപ്പോൾ അതിലേതാണ് ലീസ്റ്റ് നമ്പർ? ഏതാണ്? 8. ഓക്കെ, അത് നമ്മൾ ഫസ്റ്റ് നമ്പർ 8 ആണെന്ന് എഴുതി. ഓക്കെ, ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 8നോട് 1 കൂട്ടുക, അതായത് 9. ഇനി 8ഉം 9ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 72 എന്ന ആൻസർ കിട്ടി. നമ്മുടെ ഫസ്റ്റ് നമ്പർ ഏതാണ്? 79. അപ്പോൾ 72 ആണ് വന്നേക്കുന്നത്. അപ്പോൾ 79 ആണോ 72 ആണോ വലുത്? അപ്പോൾ 79 ആണ് വലുത്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് 1 or 9 ഏതാണ് വലുത്? 9. അപ്പോൾ രണ്ടാമത്തെ നമ്പർ 9. ഓക്കെ, ആൻസർ കിട്ടി. ഇത്രയേ ഉള്ളൂ പ്രോബ്ലം. വളരെ സിമ്പിളാണ്. 89 എന്ന ആൻസർ കിട്ടി. ഇതുപോലെയാണ് എല്ലാം ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കുറേ പ്രോബ്ലംസ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 4624. ആദ്യം എന്താ എഴുതേണ്ടത്? നമ്മുടെ നമ്പർ 4624, അതിൻ്റെ ലാസ്റ്റ് നമ്പർ 4. അപ്പോൾ 4 ലാസ്റ്റ് ഡിജിറ്റായിട്ട് ഏതിനൊക്കെയാണ് വരുന്നത്? 4 വരുന്നത് 2, പിന്നെ വരുന്ന 4 ഏതാ? 8. അപ്പോൾ 2 അല്ലെങ്കിൽ 8 ഇതിലാണ് രണ്ടാമത്തെ നമ്പർ. 2 അല്ലെങ്കിൽ 8 ആയിരിക്കും. ഇനി നമ്മൾ ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. അതിന് നമ്മൾ സംഖ്യ 2 ഭാഗിച്ചു. എന്നിട്ട് ഫസ്റ്റ് 2 ഡിജിറ്റ് ഏതാ? 46. അവസാനത്തെ 2 നമ്മൾ ഒഴിവാക്കി. ഫസ്റ്റ് 46. 46 ഏതിനിടയ്ക്കാണ് വരുന്നത്? 36നും 49നും ഇടയിലല്ലേ 46. അപ്പോൾ ഇതിൽ ഏറ്റവും ലീസ്റ്റ് നമ്പർ ഏതാണ്? 6. അപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് ലെറ്റർ 6, ഫസ്റ്റ് നമ്പർ 6 ആണെന്ന് നമുക്ക് മനസ്സിലായി. അത് നമ്മൾ എഴുതി. ഇനി നെക്സ്റ്റ് ഇതെന്താണ്? 6നോട് 1 കൂട്ടി 7. അത് 6ഉം 7ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ 42 എന്ന് കിട്ടി. ഇനി 42 ആണോ 46 ആണോ വലുത്? 46 അല്ലേ വലുത്. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന നമ്പർ 46 വലുത്. അപ്പോൾ ഈ 2ലും 8ലും ഏതാ വലുത്? 8. ഓക്കെ, നമ്മുടെ ആൻസർ 6 8. അപ്പോൾ 68 ആൻസർ കിട്ടി. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 1681. നമ്മുടെ നമ്പർ 1681.
ഓക്കെ 81 ലാസ്റ്റ് 1 ലാസ്റ്റ് ഡിജിറ്റായി വരുന്ന ഏതൊക്കെയാണ് 1-ലും 9-ലും 1 ലാസ്റ്റ് ഡിജിറ്റായിട്ട് വരുന്നു. ഓക്കെ 1 or 9 എഴുതി. ഇനി ഇതിനെ രണ്ടായിട്ട് ഇതാക്കി സെക്കൻഡ് 2 നമ്പർ വേണ്ടാന്ന് വെച്ചു. ഫസ്റ്റത്തെ ആദ്യത്തെ നമ്പർ എടുത്തു 16 എവിടെയാണ് വരുന്നത് 4ൻ്റെ സ്ക്വയറാണ് 16. അപ്പോൾ 4 എഴുതി. ഫസ്റ്റ് ലെറ്റർ നമുക്ക് 4 കിട്ടി. ഇനി 4നോട് 1 കൂട്ടിയപ്പോൾ 5 കിട്ടി. ഇനി 4ഉം 5ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എത്ര കിട്ടി 20 ആൻസർ കിട്ടി. അപ്പോൾ 20 16 വലുത് 20 അല്ലേ വലുത്. അപ്പോൾ ഇവിടെ വന്നേക്കുന്നത് ചെറിയ നമ്പർ 16 ചെറുത്. അപ്പോൾ ഇതിലേതാ ചെറുത് നോക്കുക 1. അപ്പോൾ 1 നമുക്ക് എഴുതി. അങ്ങനെ നമ്മുടെ ആൻസർ 41. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. ഓക്കെ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് ഫൈൻഡ് ദി സ്ക്വയർ റൂട്ട് ഓഫ് 13,689. ഓക്കെ 13,689. നമ്മൾ ഇത്രയും നേരം കണ്ട് 4 ഡിജിറ്റിൻ്റെയാണ്. ഇതിപ്പോൾ വന്നേക്കുന്നത് 5 ഡിജിറ്റാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ നമ്പർ എഴുതി 13,689. ഇതിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് ഏതാണ് 9 ഏതിലൊക്കെയാണ് ലാസ്റ്റ് ഡിജിറ്റായി വന്നിരിക്കുന്നത് 3 വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഏതാ വന്നേക്കുന്നത് 7 വന്നിട്ടുണ്ട്. അപ്പോൾ ലാസ്റ്റത്തെ നമ്പർ 3 or 7 നമ്മൾ എഴുതി. ഇനി ഇതിൻ്റെ ലാസ്റ്റത്തെ 2 നമ്പർ നമ്മൾ ഒമിറ്റ് ചെയ്തു. ഓക്കെ നമുക്കിത് വേണ്ട. ആദ്യത്തെ 3 നമ്പേഴ്സ് എടുത്തു 136 എവിടെ നമുക്കിവിടെ വന്നേക്കണേ 9 വരെയാണ് സ്ക്വയർ നമുക്കിവിടെ അറിയുന്നത്. ഇനി നമുക്ക് 10ൻ്റെ സ്ക്വയർ എത്രയാണ് 100 എന്നറിയാം. അതുപോലെ തന്നെ 11ൻ്റെ സ്ക്വയർ 121 എന്നറിയാം. 12ൻ്റെ സ്ക്വയർ 144 എന്നറിയാം. അപ്പോൾ ഈ 121നും 144നും ഇടയ്ക്കല്ലേ ഈ 136. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഏതാണ് 11. അപ്പോൾ 11 ആണ് ഫസ്റ്റ് നമ്പറിന് നമുക്ക് മനസ്സിലായി. അപ്പോൾ 11നോട് 1 കൂട്ടിയപ്പോൾ 12 എന്ന് കിട്ടി. ഇനി 11 × 12 എത്രയാണ് 132. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് 132-നേക്കാളും വലിയ നമ്പറാണ് ഇവിടെ വന്നിരിക്കുന്നത് 136. അപ്പോൾ ഇവിടുത്തെ ഏതാ വലിയ നമ്പർ എടുക്കുക 7. അപ്പോൾ 117 എന്ന് കിട്ടി. ആദ്യത്തെ നമ്പർ 11ഉം രണ്ടാമത്തേത് 7ഉം 117. ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 676. അപ്പോൾ 676 എഴുതി. 676 ഇത് 3 ഡിജിറ്റാണ്. ഓക്കെ 676 6 നമുക്ക് 6 ലാസ്റ്റ് നമ്പറായിട്ട് ഏതിലാണ് വരുന്നത് 4 വരുന്നുണ്ട്. പിന്നെ എവിടെ വരുന്നേക്കണേ 6 വരുന്നുണ്ട്. അപ്പോൾ 4 അല്ലെങ്കിൽ 6 ഇതാണ് ലാസ്റ്റ് നമ്പർ. അപ്പോൾ ഇനി ഫസ്റ്റ് നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ ഇതിനെ ലാസ്റ്റത്തെ 2 നമ്പർ നമ്മൾ വേണ്ടാന്ന് വെച്ചു. 76 രണ്ടായിട്ട് ഇതാക്കിയിട്ട് ലാസ്റ്റത്തെ 2 നമ്പർ നമ്മൾ വേണ്ടാന്ന് വെച്ചു. ഇനി ഫസ്റ്റ് ഇതാണ് 6. ഈ 6 വരുന്നതിൻ്റെ എവിടെയാണ് 6 വരുന്നത് 6 4നും 9നും ഇടയ്ക്കല്ലേ 6 വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും ചെറുത് ഏതാണ് 2. അപ്പോൾ ആദ്യത്തെ നമ്പർ 2 എന്ന് കിട്ടി. അതിനോട് 1 കൂട്ടിയപ്പോൾ 3 എന്ന് കിട്ടി. 2ഉം 3യും കൂടെ മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 6 എന്ന് ആൻസർ കിട്ടി. അപ്പോൾ എന്താണ് 6ഉം ഈക്വലാണ്. ഓക്കെ ഇവിടുത്തെ 6ഉം ഇവിടുത്തെ 6ഉം ഈക്വലാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ ഇതെന്താ ലാർജ് അല്ലെങ്കിൽ ഈക്വൽ വന്നിട്ടുണ്ടെങ്കിൽ ലാർജ് നമ്പർ എടുക്കണം. ഓക്കെ അപ്പോൾ ഇതിൽ ഏറ്റവും വലുത് ഏതാണ് 6. അപ്പോൾ നമ്മുടെ ആൻസർ 26. ഇവിടെ വന്നേക്കണേ ഒന്നെങ്കിൽ വലിയതും അല്ലെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള നമ്പർ വന്നാൽ ലാർജ് നമ്പറാണ് എടുക്കേണ്ടത്. ഓക്കെ അതുകൊണ്ടാണ് ഇവിടെ 6 എടുത്തേക്കണേ. ഓക്കെ 26 ആൻസർ കിട്ടി. ഓക്കെ എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇനി നമുക്ക് നാളത്തെ ക്ലാസ് ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ക്യൂബ് റൂട്ട് കാണാം. ഓക്കെ ഇന്നത്തെ ക്ലാസ് എല്ലാവരും ചെയ്യുക. കുറേ പ്രോബ്ലംസ് വർക്കൗട്ട് ചെയ്യുക. താങ്ക് യു ഓൾ.